നമ്മുടെ കറികൾ സ്റ്റാർട്ടിങ് തൊട്ട് കാണിച്ചില്ല, കാരണം മുൻപ് കാണിച്ചിട്ടുള്ള കറികളാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ കൊള്ളിയും മറ്റേ ചേമ്പും താളും കൂടിയിട്ട് അടപ്പത്തിട്ടതാണ്. വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ചേമ്പും താളും കൊള്ളി നന്നായി വെന്തിട്ടുണ്ട്. കേട്ടോ, നമുക്ക് ചേമ്പും താള് ചേർക്കുന്നതുകൊണ്ട് തന്നെ പുളി നിർബന്ധമായിട്ട് ഒഴിക്കണം. പുളി ഒഴിച്ചു കൊടുത്തു. പുളി നോക്കാം, കോൽപ്പുളി പിഴിഞ്ഞതാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ, ഉപ്പും പുളിയൊക്കെ നോക്കാം. അപ്പോൾ പുളിയൊക്കെ ചേർത്ത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കാം. നാളികേരം വെറുതെ നാളികേരം മാത്രം അരച്ചതാണ്. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ഗ്രേവി പാകാക്കി എടുക്കാം. തിളച്ച് വരട്ടെ, എന്നിട്ടൊന്ന് കടുക് വറക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് താളിച്ച് വയ്ക്കാം. കറി റെഡി. സിമ്പിളായിട്ടൊരു അടിപൊളി കറി കേട്ടോ. ഇത് ഇരുന്നൊന്ന് കുറുകും, കൊള്ളി ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഒരു ചാറായിട്ട് എടുത്തിരിക്കണം. കഴിക്കേണ്ട നേരം ആകുമ്പോഴേക്കും നന്നായി കുറുകി നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ചാറ് കറി റെഡി. ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കണം. നമ്മൾ പരിപ്പും പപ്പായയും ചേർത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഉപ്പേരിക്ക്. പിന്നെ കുഴഞ്ഞ പോലത്തെ ശകലം നനവോട് കൂടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അത് നല്ല രസമാണ് ചോറിന്. അതാണ് നമ്മുടെ നാടൻ കറികളാണ്. കുറച്ച് തൈരുണ്ട്, 2 പപ്പടം കൂടി വറക്കണം. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് ചതച്ചത് കഴിഞ്ഞില്ല, ചതച്ചിട്ട് വേണം. ഫുള്ളത് ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 1.5 സ്പൂൺ ഉണ്ടാവും. ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പും പപ്പായയും കൂടി വേവിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് പപ്പായ ഉപ്പേരി, നമ്മളിവിടെ ഉപ്പേരി എന്ന് പറയും, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാത്രമായാലും ചോറുണ്ണാം കേട്ടോ. ഒരു നല്ലൊരു ഉണക്കമാന്തൽ വറുത്തുണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്കങ്ങനെ ഇഷ്ടം. ചില ആൾക്കാർക്ക് പപ്പടത്തിനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പപ്പടവും തൈരൊക്കെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയും ചേർത്ത കറി, ഇത് ഉപ്പേരി, തൈര്. അപ്പം തെറ്റിപ്പോയി, ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയല്ല, നമ്മുടെ ചേമ്പുന്താളും കൊള്ളിയും ചേർത്ത കറി ഉണ്ടാകും. നല്ല കറിയാണ്, നല്ല ടേസ്റ്റാട്ടോ അത് ചോറുണ്ണാനായിട്ട്. പണ്ടത്തെ കറിയാണ് ഇതൊക്കെ. പിന്നെ പരിപ്പും മറ്റേ പപ്പായയും ചേർത്ത ഉപ്പേരി, തൈര്, പപ്പടം. ഉഷാറായില്ലേ? അപ്പോൾ